എന്തുപറ്റിയടാ? ഒരുമാതിരി ആന കയറിയ കരിമ്പത്തോട്ടത്തിന്റെ മുതലാളിയെ പോലെ. നീ തന്നെ അത് പറയണം. എടാ, സുനിലിനെക്കാട്ടും അടുപ്പുള്ള ആളല്ലേ ഞാൻ, നിന്റെ ഫ്രണ്ട്. എന്നിട്ട് നിനക്കൊരു സൗഭാഗ്യം വന്നപ്പോ നീ അവന് കൊടുത്തില്ലേ? നീ അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേടേ. ഞാൻ തന്നെ അത് മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു ഡിന്നർ, അതും നടി അംബികാ ബാലന്റെ കൂടെ. ആരും സ്വപ്നം കാണുന്ന ഒന്നല്ലടാ അത്. എന്നിട്ട് സുനിലിന് അത് കൊടുത്തു. നിനക്ക് എന്നെ ഒന്നും ഓർക്കായിരുന്നില്ലേ? അവൻ അത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? പൊട്ടനെ ഭൂട്ടാൻ ലോട്ടറി കിട്ടിയ മാതിരി. ഞാനായിരുന്നെങ്കിൽ അടുത്ത പടത്തിലൊരു ചാൻസ് വാങ്ങിച്ചേനെ. നീ പോയേ. എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാനത് തോന്നിയവർക്ക് കൊടുക്കും. ചിലപ്പോൾ ആ ടിക്കറ്റ് കീറിക്കളഞ്ഞെന്ന് വരും. ടോണി, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വേറെ ആൾക്ക് കൊടുക്കുവോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ? പത്രത്തിലാ? എവിടെ? നീ നോക്കിക്കോ, എന്റെയും ഫോട്ടോ ഇതുമാതിരി പത്രത്തിൽ വരും. നീ കണ്ടോ? എന്റെ വാശിയാ. അത് കഴിഞ്ഞ് നിന്റെ മുന്നിലൂടെ സ്ലോ മോഷൻ നടത്തണം. ആ പാറു, വെല്ലുവിളിന്റെ ഇടയിൽ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നീ വരുന്നു എന്റെ കൂടെ? ഇല്ല ആനന്ദേ, എനിക്ക് നിന്നെ പോലെ സ്ലോ മോഷനിൽ നടക്കാറില്ലല്ലോ. ശരി, എന്നാ ഞാൻ പോവാ. നോക്കൂ പാറു, പാറു നീ അങ്ങനെ പറയരുത്. ഇന്നലെ മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടിയാണ് വേസ്റ്റ് ചെയ്തത്. ഇന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഇന്നലെ 11 മണിക്ക് നീ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. അത് കഴിഞ്ഞ് 1 മണിക്ക് നീ വരാമെന്ന് പറഞ്ഞു, നീ വന്നില്ല. നോക്കു പാറു, ഇത് അവസാനത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. നിന്റെ ഭാഗത്തൊന്നും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഞാൻ വിശ്വസിച്ചോട്ടെ. പാറു, പാറു, അത് ഇവിടെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പാറു. അല്ല പാർവതി. അതേതാ വേറൊരു പാറു? അതൊരു പാർവതിയാ. ആ പാർവത്തിന് എന്തിനാ പാറു എന്ന് വിളിക്കുന്നത്? അവൾ ആരാ? പാറു അല്ല, പാർവതി കമ്പനിയുടെ ഒരു ക്ലയന്റ് ആണ്. വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലയന്റാ. നിന്നെ പാറു 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 എന്ന് വിളിച്ചിട്ട് പാർവതിനെ വിളിക്കുമ്പോ എന്റെ വായില് പാറുന്നേ വരുള്ളൂ. എന്നാ പിന്നെ സാജൻ ബുദ്ധിമുട്ടുണ്ടാ. ആ പാറുവിനെ മാത്രം വിളിച്ചാ മതി. ഞാൻ പോവാ. അയ്യോ പാർവതി, അല്ല പാറു, അങ്ങനെ പറയില്ല പ്ലീസ്. വീണ്ടും പിണങ്ങാനുള്ള കാരണം നീ ഉണ്ടാക്കില്ല. ഞാനതല്ലോ, സാജനല്ലേ ഉണ്ടാക്കിയത്. സാജന്റെ ഒപ്പം കറങ്ങാൻ വേണ്ടി റോഷനോട് കള്ളം പറഞ്ഞിറങ്ങി എന്നെ വേണം പറയാൻ. ഞാൻ പോവാ. അയ്യോ പാറു, ഞാനിനി അവളെ ഒന്നും വിളിക്കുന്നില്ല. അവളുമായുള്ള ഡീലിങ്സ് ഞാൻ കമ്പനിയിലെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം. അല്ലേ പോട്ടെ, ആ ക്ലയന്റിനെ ഇനിയും വേണ്ടെന്നേ ഞാൻ വെച്ചോളാം. എന്തേ പോരെ? ശരി, എന്താ പരിപാടി? നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചെന്നല്ലോ എന്ന് ആലോചിക്കാം. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ പറയാം, പോവാം. ടോണി, പോവാം. ഇത് എന്ത് വേഷോടത്? എന്താ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. കൂടെ നടക്കുന്ന ഞാനാണെന്നെങ്കിലും ഓർക്കണ്ടേ? ഇത് അസൂയ. ഞാൻ കൂടെ നടന്ന എല്ലാവരും എന്നെ തന്നെ നോക്കുള്ളൂ എന്നുള്ള അസൂയ. പിന്നെ അസൂയ. ഇതുപോലെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ പെൺപിള്ളേരെ ഇഷ്ടപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞ്. അതൊക്കെ പണ്ട്. ആ സത്യം. ഈ കോളിംഗ് ബെല്ലിന്റെ ഫോൺ കോളിന്റെ ശബ്ദം കേട്ടിട്ട് സത്യം എന്ന് പറയുന്ന ഡയലോഗ് കൾട്ടായി പോയി റോയിച്ച. പുതിയ വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇറക്കും. മോനിപ്പോ പോയേ വാതിൽ തുറന്ന് ആരാ നോക്ക്. ചെല്ല്. അല്ലെങ്കിൽ കൗണ്ടർ പറയാനില്ലാത്തപ്പോ ആളെ പറഞ്ഞു വിട്ട് സീൻ ക്ലിയർ ആക്കുന്നത് റോയിച്ചന്റെ പണ്ടേ ഉള്ള പരിപാടിയാണ്. ചെല്ല്. ആരുടെ? ഹൗസ് നമ്പർ 71. അതെ. വൈലോപ്പള്ളിയിലെ? അതെ. ബൈലൈൻ 2? അതേന്ന്. ഹോ, അപ്പൊ ഇത് തന്നെ. റോയ് ഐസക്കുണ്ടോ? പിന്നെ അതങ്ങ് ആദ്യമേ ചോദിച്ചാ പോരെ? അല്ല, 3 വീട് മാറി കയറിയ അതാ. റോയിച്ചാ, അളിയ എത്ര വർഷം കണ്ടിട്ട് ഒരു വിവരമില്ലല്ലോ. വിവരമില്ലെന്നുള്ളത് കണ്ടപ്പോഴേ മനസ്സിലായി. നീ ഈ വീടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ചോദിച്ചു. അതെ, അവസാനം ചോദിച്ച എന്നോടാ. നീ കണ്ടിട്ടില്ലല്ലോ അവനെ. എന്റെ അനിയനാ ടോണി. ഹലോ, എന്ത് ചെയ്യുന്നു? കുറച്ചു കാലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പൊ വാല് ഓർന്നല്ലോ. തമാശക്കാരനാണല്ലേ? റോയിച്ചന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതെങ്ങനെ മനസ്സിലായി? അല്ല, റോയിച്ചന്റെ തമാശയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ, സെയിം ലെവലാ അല്ലേ റോയിച്ച? അതൊക്കെ പോട്ടെ. ഇത് വിനു. ഇപ്പോ അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യുക? എറണാകുളത്ത് തന്നെ ഒരു FM റേഡിയോയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. ഇപ്പോ FM-ൽ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടോ. ചെല്ല്. നീ വേടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ വിശേഷം പറ ആദ്യം. എന്ത് വിശേഷം? ഒരു കോഫി ഷോപ്പും അല്ലറ ചില്ലറ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല, നിന്റെ മുഖത്ത് എന്തോ വലിയ സന്തോഷമുണ്ടല്ലോ. എന്താ കാര്യം? സന്തോഷം അത് തന്നെ. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നേ. നിനക്കറിയാലോ, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കല്യാണം കഴിക്കാന്നുള്ളത്. ഒടുവിൽ അത് ശരിയായി. അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അപ്പൊ അത് സംഭവിക്കാൻ പോകുന്നു. വെറുതെ അല്ല, സന്തോഷം. സന്തോഷം ഉണ്ടാവാതിരിക്കുവോ? വീട്ടിൽ എന്ന് തുടങ്ങിയ നിർബന്ധമാ. അച്ഛൻ ഒരേ വാശി.
നല്ലൊരു വരുമാനമായിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ഞാൻ ലോൺ എടുത്ത് കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ FM-ൽ പണി റെഡിയായപ്പോൾ ഒന്നും നോക്കിയില്ല. അല്ല നിനക്കെന്താ കല്യാണം കഴിക്കാൻ ഇത്ര ആഗ്രഹം? അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം കാണില്ലേ. റോയിക്കാണ് ഹൈദരാബാദ് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം, ചിലർക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹം, ചിലർക്ക് പൊറോട്ട കഴിക്കാൻ ആഗ്രഹം. അതുപോലെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം. ഏട്ടാ കൊടുക്ക്. അടുത്ത മാസം 24-ാം തീയതിയാണ് കല്യാണം. റോയ് ടോണിയും കൂട്ടി തലേദിവസം തന്നെ വരണം. നമ്മുടെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. ദാ, അഞ്ജന, നല്ല പേര്. എടാ ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. അർജന്റായ കാര്യമോ? നീ ഇവിടെ തന്നെ വേണം. ഞാൻ വന്നിട്ടേ പോകാൻ പാടുള്ളൂ. നിന്നെ കണ്ടപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയി, അതുകൊണ്ടാ. അത് സാരമില്ല, ടോണി ഉണ്ടല്ലോ, ഞങ്ങൾ സംസാരിച്ചിരുന്നോളാം. എടാ വേറൊന്നും തോന്നരുത്. ഞങ്ങൾ ഒരിടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞാനത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. 1-1.5 കൊല്ലം കഴിഞ്ഞിട്ട് കാണല്ലേ. അപ്പൊ നിന്നെ കാര്യമായിട്ട് സൽക്കരിക്കണ്ടേ? ശരി കുടിക്ക്. ടോണി നോക്കിയേ. എന്താവാൻ, അവിടേക്ക് ടോണി പോയിക്കോളും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്നെ ജോലി കിട്ടിയതിന് ശേഷം ഇപ്പോഴൊന്ന് പുറത്ത് കാണാൻ കിട്ടുന്നത്. നീ അങ്ങനെ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോ റോയച്ചന്റെ വായന്ന് ഞാൻ കേൾക്കും. അത് വീട്, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ റോയിച്ചിന് എന്നൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് പോട്ടെ, നിനക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്? എന്ത് വേണമെങ്കിലും നിനക്ക് എടുക്കാം. എന്ത്? എന്നാലും ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള സാധനം എടുക്കും. എടുത്തോന്നേ, സാജനല്ലേ പറയുന്നത്. ഓക്കെ. കുറെ കാലായി നല്ലൊരു വാച്ച് വാങ്ങണമെന്ന് വിചാരിക്കണം. ആഹാ, 8500. അത്ര ഉള്ളോ? ഇത് മതി. ആ ശരി. ഞാൻ വിചാരിച്ചു നീ ഇതിലും വില കൂടുതൽ വല്ലതും എടുക്കുള്ളൂ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയോ കണ്ട മറന്ന ഒരു ഫീലിംഗ്. പാറുവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. സർ 8500. ആ അമ്മേ, അതെ അതെ, ഈ ഗിഫ്റ്റ് നാളെ വാങ്ങിയാലും മതിയോ? എന്തേ? പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ നാളെ ഒന്ന് വാങ്ങിക്കോളാം. ഓക്കെ പാറു, പാറു നിക്ക്. സോറി പാറു. എനിക്കൊന്നും കേക്കണ്ട. നിന്നെ വിശ്വസിച്ച് വന്ന് ഞാനാണ് മണ്ടി. എന്നെ അത്ര പോലെ ഇഷ്ടമില്ലാത്ത കാരണം നീ പേഴ്സ് മറന്നു വെച്ചോ വന്ന്. ആ കടക്കാരൻ മുമ്പിൽ ഞാൻ നാണം കെട്ടു. സോറി, ഞാൻ ഇപ്പൊ പൈസ ആയിട്ട് വരാം. നീ പോയി വാങ്ങി നിന്നെ മറ്റു പാറിന് കൊടുത്തോ. ഞാൻ കോഫി ഷോപ്പിലേക്ക് പോവാ. ഇതാണോ നിന്റെ കോഫി ഷോപ്പ്? അത് റോയ്ച്ചാൻ ഞാൻ വിളിച്ചിട്ടാണ് പാറു വന്നത്. നീ മിണ്ടരുത്. കണ്ടോ സംസാരിച്ചോ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ സ്വന്തം ജോലി ഉഴപ്പിട്ടാവരുത്. നീ ഇന്ന് ഓഫീസിലും പോയിട്ടില്ല, കോഫി ഷോപ്പിലും പോയിട്ടില്ല, എന്നിട്ട് കറങ്ങി നടക്ക. ഇവക്കോ ബുദ്ധിയില്ല, നിനക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കോഫി ഷോപ്പിലേക്ക് പോവാ. പാറു പോയി. നീ എന്താ കൊടുക്കുന്നത്? വീട്ടിൽ പോടാ. വൃത്തിയായിട്ടോ, മാനസമാനായിട്ട് പ്രേമിക്കാനും സമ്മതിക്കില്ല. ആ എത്തിയോ? എവിടെയാ നീ? ഇവിടെ നോക്ക്. ആ ഹായ് റോയ്. ഹായ്. വിനു റോയുടെ ഫ്രണ്ട് ആണെന്ന് ഞാൻ എന്റെ അറിഞ്ഞിരുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ടാ. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. അവൻ തന്ന ഇൻവിറ്റേഷൻ നോക്കിയപ്പോ നിന്റെ അഡ്രസ്. ആ, അപ്പൊ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അവനോട് ഞാൻ പറഞ്ഞില്ല നിന്നെ എനിക്കറിയാന്ന്. എന്തായാലും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? നീ എന്റെ കൂടെ വരണം എന്റെ വീട്ടിലേക്ക്. അവൻ അവിടെ ഇരുത്തിട്ട് ഞാൻ വന്നിരിക്കാൻ. നിന്നെ കാണുമ്പോൾ അവനൊരു ഞെട്ടലിട്ടു. ആ ശരി ശരി, പക്ഷെ എനിക്ക് അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണോടാ. ആ നമുക്ക് ഈ കടയിൽ പോയാലോ? ആ. നീയും വാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ആ, ആ. കള്ള ഇല്ലായിരുന്നല്ലേ പരിപാടി. ശരിയാക്കി തരാട്ടാ. അപ്പൊ ശരി.
എനിക്കൊന്നും കേക്കണ്ട. നിന്റെ ഒപ്പം ഒരിടത്തേക്ക് ഞാനില്ല. അതല്ല, വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. നമ്മുടെ റോച്ചിനോട് വേറൊരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. റോയിച്ചനോ? ഈ കല്യാണം കഴിക്കണമെന്ന് തന്നെയായിരുന്നോ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം? അതെ, എപ്പോഴും അത് തന്നെയായിരുന്നു എൻ്റെ ചിന്ത ആഗ്രഹം. അല്ല, കല്യാണം കഴിച്ച് കഴിഞ്ഞാലും അത് തന്നെ ആവും ആഗ്രഹം? അതാവില്ല. ഏതായാലും ബിനിച്ചേട്ടൻ കല്യാണം കഴിക്കാൻ വെച്ചിരിക്കുന്ന ടൈം നല്ല ബെസ്റ്റ് ടൈമാ. എന്തേ? കേരളത്തിൽ ഡിവോഴ്സ് കേസുകൾ ഏറ്റവും കൂടുതലുള്ള ടൈമാ ഇപ്പോഴും. അതെ, അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഈ സാഹസത്തിന് മുതിരുന്നത് ഒരു ധീര കൃത്യാട്ടോ. അല്ല, പെൺകുട്ടിയെ കുറിച്ചിട്ട് നന്നായിട്ടൊക്കെ അന്വേഷിച്ചായിരുന്നു? ആ, കുറച്ചൊക്കെ. എന്താ ബിനിച്ചേട്ടാ ഇത്? സ്വന്തം ജീവിതം വെച്ചിട്ടൊക്കെ ആരെയും കളിക്കൂ? നന്നായിട്ടൊക്കെ അന്വേഷിക്കണ്ടേ? കല്യാണം പ്രമാണിച്ച് പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്ന പെൺപിള്ളേരുടെ കാല. അതെന്തിനാ? അല്ല, ഭർത്താവ് പാസ്വേഡ് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പുതിയ അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുക്കും. കുറച്ച് വെള്ളം. വെള്ളമല്ലേ ഇരിക്കുന്ന, എടുത്ത് കുടിക്ക്. കുടിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം കുടിക്കാനുള്ളതല്ലേ? അല്ല, എന്ത് വിശ്വസിച്ചിട്ടാ നമ്മൾ കല്യാണം കഴിക്കുക? നമ്മുടെ ഭാര്യ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് വിഷമാകത്തില്ല. നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അവരോട് ചെയ്യുന്ന ചതിയാവില്ലേ? പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ഏതായാലും കല്യാണം കഴിക്കാൻ പോകുന്ന സ്ഥിതിക്ക് ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഫോൺ. ആ, സുർജിത്തെ പറയടാ. എടാ വിനു, നീ കല്യാണം കഴിക്കാൻ പോണ പെണ്ണേ ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കണ കണ്ടു കേട്ടോ. മുട്ടിയൊരുമയൊക്കെയാ പോണ കണ്ടത്, അല്ലാതെ ഞാൻ വിളിക്കോടാ. ആ പിന്നെ എന്തൊക്കെയുണ്ടല്ലേ വിശേഷങ്ങള്? നിനക്ക് സുഖല്ലേ? എടാ ഇത്തിരി തിരക്കണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ചേട്ടന്റെ കല്യാണം എന്താന്നാ പറഞ്ഞേ? ചിലപ്പോ കല്യാണം നടന്നു വരില്ല. റോച്ച് വന്നു. എന്താടാ ബോറടിച്ചോ? നിന്റെ കല്യാണമൊക്കെ അല്ലേ, നിന്നൊന്ന് ഞെട്ടിക്കാന്ന് ഞാൻ കരുതി. അതിനാര് പറഞ്ഞു എൻ്റെ കല്യാണമെന്ന്? ഞാൻ ഇനി ജന്മത്ത് കല്യാണം കഴിക്കില്ല. നിനക്കെന്തു പറ്റി? ഞാൻ പോകുമ്പോ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. ടോണി ഇവനെന്തു പറ്റി? ആ, ഞാൻ പോവാ റോയ്. കല്യാണത്തിന് അറേഞ്ച്മെന്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യണം. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്റെ കൂടെ നിന്റെ വുഡ് ബി ഒന്നുണ്ട്. നിനക്കൊരു സർപ്രൈസ് ആവട്ടെന്ന് ഞാൻ കരുതി. അഞ്ജന, ഹായ്. നിന്നോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക. എന്താ റോയ് പ്രശ്നം? അറിഞ്ഞൂടാ. ഞാൻ പോകും വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വിനു, വിനു നിക്ക്. സത്യം പറ, ഇവിടെ എന്തുണ്ടായേ? ഇവിടെ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് റോയിച്ച, ഞാനിങ്ങനെ അയാളോട് കല്യാണത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നല്ല വശങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ചപ്പോ അയാളിങ്ങനെ ആയിപ്പോയി. നീ കാരണം കല്യാണം ചിലപ്പോൾ മുടങ്ങും. അതല്ല റോയിച്ച, ഞാൻ എന്തെങ്കിലും സംസാരിച്ചിരുന്ന് ബോറടി മാറ്റാന്ന് വിചാരിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരാളെ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞാൽ അയാളല്ലേ കുറ്റക്കാരൻ. ഒരാൾ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആണെന്നും പാടില്ല. എനിക്കതൊന്നും അറിയണ്ട. നീ കാരണമാണ് ഇതുണ്ടായത്. ഇനി അവരെ തമ്മിൽ ഒന്നിപ്പിച്ച ശേഷം നീ വീട്ടിൽ കയറി മതി. ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. റോയിച്ച, അവൻ ഇങ്ങനെ മാറിയത് നീ കാരണമാണെങ്കിൽ അവനെ തിരിച്ചു മാറ്റാൻ നിനക്ക് കഴിയണമല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ല. ഇറങ്ങിപ്പോടാ. വിനു എന്തൊക്കെയാ ഈ പറയണത്? ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്കെല്ലാം മനസ്സിലായി. ടോണി, നമ്മളാരും കല്യാണം കഴിക്കാൻ പാടില്ല. ആരാ പറഞ്ഞ ഈ മണ്ടത്തരങ്ങളൊക്കെ? ഏ? ഈ ലോകത്ത് ഒരാൾ മറ്റൊരാളെ പോലെ അല്ല. ഇനി എത്ര ശ്രമിച്ചാലും ആകാനും പറ്റത്തില്ല. മറ്റൊരാളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നുണ്ടോ? അതില്ല. പിന്നെ എന്തിനാ ഞാൻ എന്തെങ്കിലും രണ്ട് കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് ചേട്ടൻ എത്രയും അങ്ങോട്ട് മാറി ചിന്തിക്കാൻ പോയത്? നിങ്ങൾ രണ്ടുപേരും ഒരു മാതൃകയാവണം. ഈ ന്യൂ ജനറേഷൻ കല്യാണങ്ങൾക്ക് ആയുസില്ല എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയാകണം നിങ്ങൾ. ഇവളൊരുത്തിൻ്റെ ഒപ്പം ബൈക്കിൽ പോകുന്നെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോ. അത് റോയ് അല്ലേ? ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? ആ വിളിച്ചു പറഞ്ഞവൻ ചേട്ടന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായപ്പോ സന്തോഷത്തെ പങ്കുചേരാനായിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇനി അയാൾ കാരണം ജീവിതത്തിൽ നല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുമില്ല. ഇപ്പോ ഇത് പറയാനായിട്ടാ വിളിച്ചത്. ആണല്ലോ. ഇതാണ് നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പം. തെറ്റ് പറയാനും കുറ്റം കണ്ടുപിടിക്കാൻ എല്ലാവരും ഉണ്ടാവും. ഇനി ഞാൻ ചേട്ടനാണെന്ന് സങ്കല്പിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയോ? നോക്കിയോ? എന്തു തോന്നുന്നു? മണ്ടൻ. അത്രേ ഉള്ളൂ. അപ്പോ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഈ ഒരു ചെറിയ കാര്യത്തിന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ഒരാളെ എനിക്കും വേണ്ട. ബൈ. ഏതായാലും ചേട്ടൻ ഒന്ന് പോയി നോക്കും. വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു. എന്തുവാണ് അവിടെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത്? ഒന്നും പറയണ്ട റോയിച്ച, ഒരു പണി കിട്ടി. എന്താ കാര്യം?
ഇന്ന് രാവിലെ ടോണീൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിറങ്ങിയതാ. ഒരു സെലിബ്രിറ്റീൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞു. എന്നിട്ട് കടവന്ത്രയിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് നടൻ നവീൻ ഗോപൻ വരുന്നു പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഉന്തിയും തള്ളി എങ്ങനെയൊക്കെയോ ആ ഷോപ്പിൻ്റെ അകത്ത് കയറി ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസും റെഡിയാക്കി. ആഹാ കൊള്ളാലോടാ. മുഴുവൻ കേക്ക് റോയിച്ച. ഞാൻ നവീൻ ഗോപനെ കെട്ടിപ്പിടിച്ച് പോസ് ചെയ്ത് ആ ഭാഗത്ത് നിന്നൊരു ചെക്കൻ്റെ അടുത്ത് ഫോണും കൊടുത്തു. പക്ഷേ കാര്യം പറയടാ, മെമ്മറി കാർഡിൽ സ്പേസ് ഉണ്ടായിരുന്നില്ലേ? അല്ലല്ലല്ല, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നോക്കുമ്പോ അവനെയും കാണുന്നില്ല, എന്റെ മൊബൈലും കാണുന്നില്ല. ഞാൻ അവിടെയൊക്കെ തപ്പി. ഇത്രയും നേരം അതായിരുന്നു പണി. റോയിച്ച, ഇപ്പോഴല്ലേ ദേഷ്യം കാണിക്കണ്ടേ? അവനെ നമുക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് കാണിക്ക് ഈ ദേഷ്യം. ദേഷ്യം അവനോടല്ല, നിന്നോട് കാണിക്കേണ്ടത്. ഫോട്ടോ എടുക്കാൻ പോയിരിക്കുന്നു. ഇത്ര നേരം കോഫി ഷോപ്പിലേക്ക് പോയ നീ. ഉത്തരവാദിത്വമില്ലാത്തവന്മാർ അവിടെ എന്തൊക്കെ പോലാണെന്ന് ദൈവത്തിനോത്ര അറിയാം. അപ്പോഴവന്റെ ഫോൺ പോയ സങ്കടം. നീ ഒന്നും പറയണ്ട. ആ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് എന്നെ നാറ്റിച്ചില്ലേ, അതെന്നെ ധാരാളമാ. എനിക്കിനി ഒന്നും പറയാനില്ല, നീ ഫോൺ വെച്ചോ. സാജൻ, I really didn't expect this from you. എന്ത്? നീ അതേ ഗിഫ്റ്റ് എന്നെ വാങ്ങി എങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ചു? ഇറ്റ്സ് റിയലി എ സർപ്രൈസ്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനോ? അത് പാറുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് അല്ലേ, പിന്നെ പാറുവിന് വിഷമമുണ്ടെന്ന് കരുതി ഞാനും വാങ്ങിച്ചു. താങ്ക് യു സാജൻ, താങ്ക് യു സോ മച്ച്. നമുക്കിനി എന്തായാലും നാളെ കാണാം, ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാലും ആരാ ഗിഫ്റ്റ് അവിടെ വാങ്ങിച്ചു വെച്ച്? ഒരു പിടിയും കിട്ടല്ല. റോഷൻ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടെ കുറച്ചായിട്ട് കാണേണ്ടതാരും കാണുന്നില്ല, കണ്ടതാരും അറിയുന്നില്ല. ഹാ, കണ്ടിട്ടില്ലാത്ത ചിലത് കാണുന്നുണ്ട്, അത് അറിയുന്നുണ്ട്. അതെന്താ? റോഷൻ ഇന്നൊരു പെണ്ണിന്റെ ഒപ്പം കറങ്ങുന്നത് ചിലവരൊക്കെ കണ്ടു, ഞാനും അറിഞ്ഞു. ഓ അതോ, അതെന്റെ ഫ്രണ്ടാ അഞ്ജന. പറഞ്ഞോലെ അവളുടെയും വിനുവിന്റെയും പ്രശ്നം തീർക്കാൻ പോയവനെ കണ്ടില്ലല്ലോ. ആര് പോയ കാര്യം പറയുന്നേ? ആനന്ദോ? ആനന്ദ്. അവന് നല്ല പണി ഞാൻ കൊടുത്തിട്ടുണ്ട് കോഫി ഷോപ്പിൽ. ഇന്ന് മുഴുവൻ ഉഴപ്പിടന്നല്ലേ. ഇത് മറ്റവൻ ടോണി ഐസക് എന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. ഇവൻ ഈ ജന്മത്തിൽ ചാവുന്നു തോന്നല്ല. കെട്ടിപ്പിടിച്ച് സോപ്പിടൊന്നും വേണ്ട. എന്താ കാര്യം? അതറിഞ്ഞിട്ട് വേണം നിന്നെ വീട്ടിൽ കയറ്റണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. എനിക്ക് ജോലി ഇട്ട് റോയിച്ചാ. അപ്പൊ മോൻ ജോലി അന്വേഷിച്ച് പോയതാ? മുഴുവൻ പറയട്ടെ റോയിച്ചാ. പോയ കാര്യം ഏറ്റു. അവർ രണ്ടാളെ ഒന്നിപ്പിച്ചു. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നീളമുള്ള ഡയലോഗുകൾ പറഞ്ഞിട്ട് അതേതായാലും ഗുണമായി. എന്ത് ഗുണം? ഈ ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരാള് എന്റെ ഉള്ളിൽ വാടക തരാതെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അതേതായാലും ദിനചേട്ടൻ മനസ്സിലാക്കി. അവരുടെ FM ചാനലിൽ ഈ ലവ് മാറ്റേഴ്സ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ലവ് ഗുരു. അത് അവതരിപ്പിക്കാൻ വിളിച്ചേക്കാ പുള്ളി. ആനന്ദിനും നീരജിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കുന്ന പോരാണ്ട് ഇനി കേരളത്തിലെ മൊത്തം പേരുടെ ജീവിതം വെച്ച് കളിക്കാൻ പോകണം എന്റെ മോൻ. ഇന്ന് അഞ്ജനയുടെയും വിനുവിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കാൻ നോക്കിയാണല്ലോ നീ. അതിന് കാരണക്കാരൻ ഞാൻ മാത്രമൊന്നുമല്ല, റോയിച്ചനും കുറ്റക്കാരനാ. റോയിച്ചന്റെ പിന്നിലിരുന്ന് അഞ്ജന പോകുന്നത് കണ്ടെന്ന് ആരോ ആവിലും ചേട്ടനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതാ പ്രശ്നമായത്. പിന്നെ എന്തായാലും ഞാൻ കാരണം നിനക്കൊരു ജോലിയായല്ലോ. ഇപ്പൊ അങ്ങനെയായോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.